ഹലോ നമസ്കാരം. ആ വീഡിയോ ഞാൻ പറയുന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം രണ്ടോ അതിലധികമോ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. ഏറ്റവും മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളിത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയരുത്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യരുത്. വേടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സോൾ ഗഡി, ദിലീപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശത്രു, അത്രയേ ഉള്ളൂ. അപ്പോ അമ്മായി പറയുന്നത് കറക്റ്റാ. വേടനെ നമ്മളത് ബലാത്സംഗോ ഒന്നും ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലായില്ലേ? പക്ഷെ ദിലീപിന്റെ കാര്യത്തിൽ അങ്ങനല്ല. ദിലീപ് നമ്മുടെ ശത്രുവാണ്. അമ്മയെ ഇതിനെങ്ങനെയാണ്? ഡെയിലി പേയ്മെന്റ് ആണോ, അല്ലെങ്കിൽ വീക്കിലി ആണോ, മന്ത്ലി ആണോ, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് വൺ സെറ്റപ്പാണോ? ഐ മീൻ പ്രൊജക്റ്റ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ബില്ല് തീർക്കാണോ? അറിയാനാണ്. അമ്മായി ഇപ്പോ തിരുവനന്തപുരത്ത് പരിപാടി കഴിഞ്ഞു, IFFKയിലാണ്. അത് കഴിഞ്ഞു. ഇനിയിപ്പോ കൊടുങ്ങല്ലൂര് നാളെ എന്തോ പരിപാടി ഉണ്ടെന്ന് നോക്കണു. ഇന്നാണ് നാളെയാണോ? നമ്മുടെ അമ്മയുടെ നാടാട്ടാ, ഭരണി നടക്കട്ടെ. ഇനി അടുത്തടിക്കുക തൃശ്ശൂരല്ലേ. ഈ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ച് ഗഡുവട്ടാ. ഏത് ഈ ഇലഞ്ഞിത്തറ മേളെന്നൊക്കെ കേട്ടിട്ടുണ്ടാ? അതുപോലെ ആൾക്കാരെങ്കിട്ടല്ലേ ഇങ്ങനെ കേറിയിറങ്ങും. ഏത് അമ്മായിക്ക് മനസ്സിലാവണ്ട. ഇതൊക്കെ താങ്ങാനുള്ള നെഞ്ചിന് വലുപ്പം ഉണ്ട് അമ്മായിക്ക്. ഐ മീൻ നെഞ്ചുറപ്പേ. ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് ഇട്ടാ. ഇനിയിപ്പൊ അത് പറഞ്ഞ് തള്ളരുതേ. അല്ല അമ്മായിരെ കേസിന് അടക്കട്ടെ. ഈ വീഡിയോ ഒന്ന് കാണു. അമ്മായിയുടെ അടുത്ത പേടാ. ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ കൂടുതലായിരിക്കും മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. ദിലീപിന്റെ ആളാകാൻ നോക്കണ്ട, ദിലീപിനെ പോലെയാകാൻ നോക്കണ്ട കേട്ടോ. ഞാൻ ഇന്നലെ ഫാമിലി ആയിട്ട് കേശവദാസപുരത്ത് നിന്ന് അടൂരിലേക്ക് വരികയായിരുന്നു. പത്തനംതിട്ടയാണ് എൻ്റെ സ്വന്തം ദേശം. അപ്പൊ അടൂര് വരെയുള്ള ടിക്കറ്റ് എടുത്ത് വരാനാണ് KSRTC ബസ്സിൽ കയറിയത്. സൂപ്പർ. ഇത് നമ്മുടെ KSRTCയില് ഇന്നലെ ഉണ്ടായ സീനാണ്. ഇത് അമ്മായിയുടെ അടുത്ത പെയ്ഡ് കേട്ടാ. ഇതെങ്ങനെയാണ് അമ്മായിക്ക് അവരെ പേയ്മെന്റ് ഡയറക്റ്റ് ആണ് അമ്മായി, അല്ലെങ്കിൽ അമ്മായിക്ക് കിട്ടുന്നതിനൊരു പെർസെന്റേജ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് കൊടുത്ത് അമ്മായി വെക്കുന്ന സബ് കോൺട്രാക്ടേഴ്സ് ആണോ? കുറച്ച് മൊഞ്ചുള്ളതിനൊക്കെ ഇറക്കാറില്ല അമ്മായെ. ഇത് കണ്ടാൽ തന്നെ ഒരു സുഖമില്ല. അമ്മായിനെ പോലെ കുറച്ച് മൊഞ്ചൊക്കെ ഇപ്പില്ലെങ്കിലും പണ്ടത്തെ പോലെ കുറച്ച് മൊഞ്ചൊക്കെ ഉള്ള ഇറക്കാറുന്നില്ലേ? ഇറക്കുമ്പോ നല്ല സംഭവങ്ങൾ ഇറക്ക്. കാണാനൊരു മൊഞ്ചും ഒരു മൊത്തത്തിലൊരു സുഖം വേണ്ടേ? ഇത് പാവപ്പെട്ട ഏതൊരു സാധനത്തിന്റെ 10 വെല്ലം കൊടുക്കണം. അതിന് 500 കൊടുത്ത് പറ്റിക്കരുത്. എല്ലാ അമ്മായി മനുഷ്യനിട്ടിട്ട് എന്തോരെന്ന് വെച്ചിട്ടാ ഈ ബുദ്ധിമുട്ടിക്കുക ഉദ്ദേശം? അല്ല ഇനിയിപ്പം അമ്മ എന്ത് ഉദ്ദേശം? അങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കഷ്ടം. ഒരു നാൾ പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ ഭാഗ്യമ്മയും കൂടി ഈ ചങ്ങലക്ക് പിന്നിൽ നിന്നറിയുമ്പോൾ ഈ തൃശ്ശൂർക്കാർ മാത്രമല്ല കേട്ടാ, കേരളത്തിലുള്ള മൊത്തം മലയാളികൾ എലഞ്ഞിത്തറ മേളായിരിക്കില്ല കൊട്ടാ നെഞ്ചത്ത് കയറിയിട്ട്. അമ്മായി ശ്രദ്ധിച്ച അമ്മായിക്ക് നല്ലത്. അമ്മായേ ശരിട്ടാ.